തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ ചെമ്മീൻ അട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നോർമലി പത്തിരിയൊക്കെ ചുടുന്ന രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 250 ഗ്രാമോളം ചെമ്മീൻ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഈ ഒരു ചെമ്മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നമ്മുടെ ചെമ്മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടി വന്നതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് ഞാനിത് വാട്ടിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുത്തിരുന്നു കേട്ടോ, ചൂടൊക്കെ മാറിയതിന് ശേഷം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മുടെ പത്തിരിപ്പൊടി കുറച്ച് എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അടേൻ്റെ സൈഡിൽ എണ്ണയൊന്നും ഉള്ളിൽ കയറാണ്ടിരിക്കാനാണ് നന്നായിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ഒരു ചെമ്മീൻ അടക്കായിട്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.